എറണാകുളം ചോറ്റാനിക്കരയിൽ 19 വയസ്സുകാരി ക്രൂരപീഡനത്തിന് ഇരയായ കേസിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ. തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ അനൂപിന്റെ പശ്ചാത്തലം എന്താണ്? ഇയാളെ പേടിച്ച് ആ പെൺകുട്ടിയുടെ അമ്മ വീട്ടിൽ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നതാണ്. എന്താണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് ഇയാളെ പ്രേരിപ്പിച്ചത്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ്. കാരണം 3 കേസിൽ മുൻപ് ഇയാൾ പ്രതിയായിട്ടുണ്ട്. അതിൽ 2 ലഹരിമരുന്ന് കേസും 1 അടിപിടി കേസുമാണ്. അങ്ങനെ 3 കേസിൽ പ്രതിയാണ് ഇയാൾ. മാത്രമല്ല, തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഇയാൾ നിരവധി യുവാക്കളുമായി ചേർന്നുകൊണ്ട് സംഘം ചേർന്ന് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്നതായാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇയാൾക്കെതിരെ പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റം വീട്ടിൽ അതിക്രമിച്ചു കയറി ആയുധം കൊണ്ട് ആക്രമിക്കൽ, കൊലപാതക ശ്രമം, വൈദ്യസഹായം നിഷേധിക്കൽ, മർദ്ദനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഇയാൾ മരണപ്പെടുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി നിരവധി ക്രിമിനൽ പശ്ചാത്തലം ഉള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ അമ്മയെയും ഇയാൾ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലക്ഷ്മി, പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് സഹിനിപ്പോ? ഗുരുതരമായ സ്ഥിതിയിൽ തന്നെയാണ് പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത്. ഇപ്പോഴും ഡോക്ടർമാർ 24 മണിക്കൂർ കഴിയാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഗുരുതരമായി തന്നെ ആരോഗ്യസ്ഥിതി തുടരുന്നു. പെൺകുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് അത് വളരെ കുറവാണ്, നന്നേ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.